Hi all, welcome back to your spoken English class. ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേർഡ് ഇഡിയംസ്, അതായത് പക്ഷികളെയും അവയുടെ സവിശേഷതകളെയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ആശയം കൺവേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള കുറച്ച് ബേർഡ് ഇഡിയംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷികളെ കാണുന്നതും അവയുടെ ശബ്ദം കേൾക്കുന്നതും നമുക്ക് ഒത്തിരി ആനന്ദകരമാണ്. അതുപോലെ തന്നെയാണ് അവയെക്കുറിച്ചുള്ള പഠനവും. ഈ ക്ലാസ്സിലൂടെ പക്ഷികളുമായി ബന്ധപ്പെട്ട ഒത്തിരി നല്ല ആശയങ്ങളും ഇംഗ്ലീഷ് ശൈലിയിലുള്ള അവയുടെ ഉപയോഗങ്ങളും നമുക്ക് പഠിക്കാം. എ ലിറ്റിൽ ബേർഡ് ടോൾഡ് മീ. ഇപ്പോൾ എന്നോട് ഒരാൾ ഒരു കാര്യം പറഞ്ഞു, പക്ഷേ അത് ആരാണെന്ന് വെളിപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് എ ലിറ്റിൽ ബേർഡ് ടോൾഡ് മീ. നമുക്ക് സെൻറ്റൻസ് നോക്കാം. എ ലിറ്റിൽ ബേർഡ് ടോൾഡ് മീ മൈ പാരൻസ് ആർ ഗെറ്റിംഗ് മീ എ ന്യൂ പപ്പ്. അതായത് ആരോ ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ പാരൻസ് എനിക്കൊരു പുതിയ പട്ടിക്കുട്ടിയെ വാങ്ങിക്കൊണ്ടു വരുമെന്ന്. അപ്പോൾ ഇതാരാണെന്ന് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എ ലിറ്റിൽ ബേർഡ് ടോൾഡ് മീ ഐ എം ഗെറ്റിംഗ് പ്രൊമോട്ടഡ് നെക്സ്റ്റ് മന്ത്. ആരോ ഒരാൾ എന്നോട് പറഞ്ഞു അടുത്ത മാസം എനിക്ക് പ്രൊമോഷൻ ആകുകയാണെന്ന്. പക്ഷേ അത് ആരാണെന്ന് എനിക്കറിയാം, പക്ഷേ അത് ഞാൻ വെളിപ്പെടുത്തുന്നില്ല എന്നുള്ള രീതിയിലാണ് ഈ എക്സ്പ്രഷൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതാണ് ബേർഡ്സ് ഓഫ് എ ഫെദർ ഫ്ലോക്ക് ടുഗെദർ. ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് കൂടുന്നു, അതായത് ഒരേ സ്വഭാവമുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്നു. ഷീ ആൻഡ് മൈ മദർ ആർ ബേർഡ്സ് ഓഫ് എ ഫെദർ ഫ്ലോക്ക് ടുഗെദർ. അവളും എൻ്റെ അമ്മയും ഒരേ സ്വഭാവമുള്ളവരാണ് എന്നുള്ള ഒരു എക്സ്പ്രഷനാണ് ഈ സെൻറ്റൻസിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. The lawyers who attended the seminar were like birds of a feather flocking together. സെമിനാർ അറ്റൻഡ് ചെയ്ത വക്കീലുമാരെല്ലാവരും കൂടി ഒരേ തൂവൽ പക്ഷികളെ പോലെ ഇരുന്നു, അതായത് ഒരേ സ്വഭാവമുള്ള ഒരേ കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ പോലെ ആയിരുന്നു. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ്. കിട്ടാത്തത് ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലത് കയ്യിലിരിക്കുന്നതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഇത് വ്യക്തമാക്കുന്ന സെൻറ്റൻസ് നമുക്ക് നോക്കാം. യു മേ നോട്ട് ലൈക്ക് യുവർ ജോബ് ബട്ട് ഡോണ്ട് ക്വിറ്റ് ഇറ്റ് ഫോർ അനദർ. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ്. അതായത് നിനക്ക് ഈ ജോലി ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കാം, പക്ഷേ ഈ ജോലി വേറെ ഒന്നിനു വേണ്ടിയിട്ട് നീ ഇട്ട് കളയരുത്. കാരണം എന്താണ്, നമ്മുടെ കയ്യിലിരിക്കുന്നത് ദൂരത്ത് നമ്മുടെ കയ്യിൽ വരാത്തതിനേക്കാളും ശ്രേഷ്ഠമാണ്. ഏർലി ബേർഡ് ക്യാച്ചസ് ദ വോം. അതായത് സമയം പാഴാക്കാതെ നേരത്തെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് വിജയസാധ്യത കൂടുതലാണെന്നാണ് ഈ ഒരു എക്സ്പ്രഷനിലൂടെ വ്യക്തമാകുന്നത്. ഇനി നമുക്ക് സെൻറ്റൻസുകൾ നോക്കാം. യു വിൽ വിൻ ദ പ്രൈസ് ബിക്കോസ് ദ ഏർലി ബേർഡ് ക്യാച്ചസ് ദ വോം. അതായത് എല്ലാം മുൻകൂട്ടി ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് സമ്മാനം കിട്ടും. ഇതാണ് ഇതിൻ്റെ അർത്ഥം. I did not get the ticket, but my uncle got the last ticket because the early bird catches the worm. എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല, പക്ഷേ എൻ്റെ അങ്കിളിന് ലാസ്റ്റ് ടിക്കറ്റ് കിട്ടി. കാരണം എന്താണ്, അങ്കിള് നേരത്തെ തന്നെ അത് കിട്ടാനായിട്ട് പരിശ്രമിച്ചിരുന്നു. കിൽ ടു ബേർഡ്സ് വിത്ത് വൺ സ്റ്റോൺ. ഇത് നമ്മൾ മലയാളത്തിൽ പറയും ഒരു വെടിക്ക് രണ്ട് പക്ഷി. അതായത് ഒരു കാര്യം ചെയ്യാനെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ രണ്ട് കാര്യം ചെയ്യുന്നു എന്നാണ് ഈ എക്സ്പ്രഷനിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്. ഇനി നമുക്ക് നമ്മുടെ സെൻറ്റൻസുകൾ നോക്കാം. ഐ പിക്ഡ് ദ കിഡ്സ് അപ്പോൺ ദ വേ ടു ദ സൂപ്പർ മാർക്കറ്റ് ദസ് കിൽഡ് ടു ബേർഡ്സ് വിത്ത് വൺ സ്റ്റോൺ. അതായത് സൂപ്പർ മാർക്കറ്റിൽ പോയ വഴിക്ക് ഞാൻ കുട്ടികളെയും കൂടി എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഞാൻ രണ്ട് പ്രവൃത്തി ചെയ്തു. വി ക്യാൻ കിൽ ടു ബേർഡ്സ് with one stone by dropping off the mail when we go to the hospital. അതായത് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് നമുക്ക് ലെറ്റർ കൂടി, അതായത് മെയിൽ കൂടി പോസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ രണ്ട് പ്രവൃത്തി നമുക്ക് ഒരേ സമയത്ത് ചെയ്യാം എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അടുത്തതാണ് എ ഹോം ബേർഡ്. അതായത് പുറത്തൊന്നും പോകാൻ ഇഷ്ടമില്ലാതെ തൻ്റെ സമയം മുഴുവൻ വീട്ടിനകത്ത് ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ ഹോം ബേർഡ് എന്ന് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസുകൾ നോക്കാം.
Her cousin is a home bird. He loves to enjoy his leisure at home. അതായത് അവളുടെ കസിൻ ഒരു ഹോം ബേർഡാണ്. കാരണം അദ്ദേഹം തൻ്റെ ഫ്രീ ടൈം മുഴുവനും വീട്ടിൽ തന്നെ ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. I don't like going away for long holidays. I'm too much of a home bird. അതായത് എനിക്ക് വലിയ ഹോളിഡേയ്സിനൊന്നും പോകുന്നത് ഇഷ്ടമല്ല. കാരണം ഞാൻ ശരിക്കും ഒരു ഹോം ബേർഡാണ്. അതായത് വീട്ടിൽ ഒത്തിരി സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാണ് ഇതിനർത്ഥം. ബേർഡ്സ് ഐ വ്യൂ, അതായത് വിഹക വീക്ഷണം. നമ്മളൊരു പക്ഷി മുകളിൽ നിന്ന് കാണുന്നത് പോലെ കാര്യങ്ങൾ കാണുക. അതായത് ഒന്നും വ്യക്തമായിട്ട് അങ്ങോട്ട് ഒന്നിനെപ്പറ്റിയല്ല, മൊത്തമായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാടിനെയാണ് ബേർഡ്സ് ഐ വ്യൂ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് സെൻറ്റൻസുകൾ നോക്കാം. ദിസ് ബാൽക്കണി ഗീവ്സ് us a bird's eye view ഓഫ് ദ ടൗൺ. ഈ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് ഈ ടൗണിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചയാണ് നമുക്ക് തരുന്നത്. അതായത് നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോഴേക്കും, ബാൽക്കണിയിൽ നിന്ന് കാണുമ്പോഴേക്കും കുറച്ച് പാർട്ടിന് സ്പെസിഫിക് ആയിട്ട് നോക്കിയല്ല കാണുന്നത്, ഒരു മൊത്തമായിട്ട് ടൗണിന് മൊത്തമായിട്ട് കാണുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ദിസ് കോഴ്സ് ഗീവ്സ് യു എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദ ഹിസ്റ്ററി. അതായത് ചരിത്രത്തെക്കുറിച്ചുള്ളൊരു മൊത്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് തരുന്നത്. ചരിത്രത്തിലെ ഒരു ചെറിയ ഭാഗമൊന്നും എടുത്തല്ല, പക്ഷെ ചരിത്രത്തെ മൊത്തമായിട്ട് ഒരു വിഹക വീക്ഷണമായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അടുത്തതാണ് ടോക്ക് ടർക്കി എന്ന് പറഞ്ഞാൽ, ടോക്ക് ടർക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഖത്ത് നോക്കി സത്യമുള്ളത് എന്താണോ അത് തുറന്നു പറയാനായിട്ട് എന്നൊരർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് സെൻറ്റൻസുകൾ നോക്കാം. ദ ടൈം ഹാസ് കം ടു ടോക്ക് ടർക്കി അബൌട്ട് അവർ ഡെറ്റ്. നമ്മുടെ കടത്തെക്കുറിച്ച് തുറന്ന് മുഖത്ത് നോക്കി സത്യസന്ധതയോടെ സംസാരിക്കാനുള്ള സമയം ആഗതമായിട്ടുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാവുന്നത്. ഡോണ്ട് കോൾ മീ അഗെയിൻ അൺടിൽ യു ആർ റെഡി ടു ടോക്ക് ടർക്കി. അതായത് നിങ്ങൾ മുഖത്ത് നോക്കി തുറന്ന് സത്യസന്ധതയോടുകൂടി സംസാരിക്കുന്നതിന് റെഡിയാവുന്നത് വരെ എന്നെ വിളിക്കരുത് എന്ന താക്കീതാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. അടുത്തതാണ് നൈറ്റ് ഔൾ. അത് മൂങ്ങയുടെ സ്വഭാവം തന്നെ, രാത്രി ഉറക്കമൊഴിച്ച് ഇരിക്കുന്ന സ്വഭാവം. അത് രാത്രി ഒത്തിരി വൈകിയും കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഈ നൈറ്റ് ഔൾ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് സെൻറ്റൻസുകൾ നോക്കാം. ഹീ ഈസ് ഓൾവേസ് എ നൈറ്റ് ഔൾ. അവൻ എപ്പോഴും രാത്രി ഉറക്കമൊഴിച്ച് ജോലി ചെയ്യുന്ന ഒരാളാണ്. അതാണ് ഹീ ഈസ് ഓൾവേസ് എ നൈറ്റ് ഔൾ എന്നുദ്ദേശിക്കുന്നത്. മൈ വൈഫ് ഈസ് എ നൈറ്റ് ഔൾ ബട്ട് ഐ ലൈക്ക് ടു ബി ഇൻ ബെഡ് ബൈ 10 o'clock. അതായത് എൻ്റെ ഭാര്യ ഒരു നൈറ്റ് ഔളാണ്, പക്ഷേ എനിക്ക് 10 മണിയാവുമ്പോഴേക്കും കിടക്കാൻ പോകുന്നതാണ് ഇഷ്ടം. ടു ഹാവ് ബട്ടർഫ്ലൈസ് ഇൻ യുവർ സ്റ്റൊമക്ക്. അതായത് നമ്മൾ ഭയപ്പെടുന്ന സമയത്ത് നമുക്ക് ഒരു ആദി കയറുമല്ല, അതിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ടു ഹാവ് ബട്ടർഫ്ലൈസ് ഇൻ യുവർ സ്റ്റൊമക്ക്. നമുക്കതിൻ്റെ സെൻറ്റൻസ് നോക്കാം. ഐ യൂസ് ടു ഗെറ്റ് ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക്ക് ബിഫോർ സ്കൂൾ ടെസ്റ്റ്. സ്കൂളിൽ ടെസ്റ്റുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പേടി വരാൻ തുടങ്ങും. അതായത് സ്റ്റൊമക്കിൽ ബട്ടർഫ്ലൈസ് വരുന്നു ഉദ്ദേശിക്കുന്നത് എനിക്ക് ഭയം തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. ബിഫോർ യുവർ ബിഗ് സ്പീച്ച് ഐ ഹാഡ് ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക്ക്. നിങ്ങളുടെ വലിയ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഭയമാകാൻ തുടങ്ങി, അതായത് എനിക്ക് ടെൻഷനാകാൻ തുടങ്ങി എന്നാണ് ഇതിനർത്ഥം. അതായത് ഇനി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പ്രസംഗത്തിൽ അതൊരു വലിയ പ്രസംഗം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നാലോ, അതാണ് ഇവിടുത്തെ ടെൻഷനായിട്ട് കാണിക്കുന്നത്. അടുത്തതാണ് വൈൽഡ് ഗൂസ് ചേസ്. അതായത് നമ്മുടെ അന്വേഷണത്തിന് ഫലമില്ല എന്നറിഞ്ഞിട്ട് നമ്മൾ അന്വേഷിക്കുക. വിഫലമായ അന്വേഷണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. സെൻറ്റൻസ് നോക്കാം. ദി എൻക്വയറി ടേൺ ടു ബി എ വൈൽഡ് ഗൂസ് ചേസ്. അന്വേഷണം വിഫലമായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആ അന്വേഷണം വിഫലമായിരുന്നു, ഒരു ഫലവും കണ്ടില്ല അന്വേഷണത്തിലൂടെ എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. അതേ അർത്ഥം ഉൾക്കൊള്ളുന്ന വേറൊരു സെൻറ്റൻസാണിത്. ദ സെർച്ച് പ്രൂവ് ടു ബി എ വൈൽഡ് ഗൂസ് ചേസ്. അതായത് അന്വേഷണം
വിഫലമായിരുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെയും അർത്ഥം. എപ്പോഴും നമ്മുടെ അന്വേഷണത്തിൻ്റെ ഒരു ഫലമില്ലായ്മയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ആസ് ഫ്രീ ആസ് എ ബേർഡ്, ഒരു പക്ഷിയെപ്പോലെ സ്വതന്ത്രമായിരിക്കുക, അതായത് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. സെൻറ്റൻസ് നോക്കാം. ഷീ വാസ് ആസ് ഫ്രീ ആസ് എ ബേർഡ് ഫോർ ദ മൊമെൻറ്റ്. ആ നിമിഷത്തേക്ക് അവൾ പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു പക്ഷിയെപ്പോലെ ആയിരുന്നു. അഗ്ലി ഡക്ലിംഗ്, അത് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം കാണാൻ കൊള്ളാതായിരുന്ന ഒരു കാര്യത്തിന് പിന്നീട് അതിൻ്റെ സൗന്ദര്യത്തെ അല്ലെങ്കിൽ അതിൻ്റെ യൂസ്ഫുൾനെസ്സിനെ നമ്മൾ പുകഴ്ത്തിപ്പറയുന്ന രീതിയിൽ, അതായത് ഒന്നിനെ നമ്മൾ തള്ളിപ്പറയാൻ പാടില്ല, അതിന് അതിൻ്റേതായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് നോക്കാം. ദ ഹൗസ് ഈസ് ആൻ അഗ്ലി ഡക്ലിംഗ് ബട്ട് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ. അതായത് ഈ വീട് കാണുമ്പോഴേക്കും അത്ര വലിയ ഭംഗിയൊന്നുമില്ല എങ്കിൽ പോലും അതിൽ നല്ല സൗകര്യങ്ങളുണ്ട് എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഷീ വാസ് ആൻ അഗ്ലി ഡക്ലിംഗ് എമംഗ് ഹർ സിസ്റ്റേഴ്സ്. അവളുടെ സഹോദരിമാരുടെ ഇടയിൽ അവളൊരു അഗ്ലി ഡക്ലിംഗ് ആയിരുന്നു, അതായത് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലാത്ത പക്ഷേ ഗുണങ്ങൾ ഉള്ളിലുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാണ് കാണിക്കുന്നത്. സിക്ക് ആസ് എ പാരറ്റ്, അതായത് ഒരു അസുഖമുള്ള തത്തയെ പോലെ. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ നിരാശയുള്ള എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് സിക്ക് ആസ് എ പാരറ്റ് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് സെൻറ്റൻസ് നോക്കാം. ഹി വാസ് സിക്ക് ആസ് എ പാരറ്റ് വെൻ ഹി ഫെയിൽഡ് ഇൻ ദി എക്സാം. പരീക്ഷയിൽ തോറ്റപ്പോൾ അവൻ നിരാശനായി എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്, സിക്ക് ആസ് എ പാരറ്റ് എന്നതിലൂടെ. അടുത്ത് വരുന്നതാണ് ഏർലി ബേർഡ് എന്നൊരു എക്സ്പ്രഷൻ. ഏർലി ബേർഡ്, നേരത്തെ ഉണരാൻ ഇഷ്ടപ്പെടുന്നയാൾ എന്നർത്ഥത്തിലാണ് നമ്മൾ ഏർലി ബേർഡ് എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് നോക്കാം. ഹീ ഈസ് ഓൾവേസ് ആൻ ഏർലി ബേർഡ്. അദ്ദേഹം എപ്പോഴും നേരത്തെ ഉണരുന്ന ഒരാളാണ്. ഷീ ഷുഡ് ബി ആൻ ഏർലി ബേർഡ് എവ്രിവെയർ. അവൾ എവിടെ പോയാലും എവിടെയായിരുന്നാലും നേരത്തെ ഉണരുന്ന ഒരു വ്യക്തി ആയിരിക്കണം. കൗണ്ട് വൺസ് ചിക്കൻസ് ബിഫോർ ദെയർ ഹാച്ചഡ്. മുൻകൂട്ടി ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ ഈ രീതിയിൽ പറയുന്നത്. അതായത് എന്തെങ്കിലും കിട്ടുന്നതിന് മുമ്പ് തന്നെ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു രീതിയെയാണ് കൗണ്ട് വൺസ് ചിക്കൻസ് ബിഫോർ ദെയർ ഹാച്ചഡ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഷീ വാണ്ടഡ് ടു ബൈ എ ഡ്രസ് ബട്ട് ഐ ടോൾഡ് ഹെർ നോട്ട് ടു കൗണ്ട് ഹെർ ചിക്കൻസ് ബിഫോർ ദെയർ ഹാച്ചഡ്. അവളൊരു ഡ്രസ്സ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഞാൻ അവളോട് പറഞ്ഞു ആ ഡ്രസ്സ് വാങ്ങി കൈ കിട്ടുന്നത് വരെ അതെങ്ങനെ ഉപയോഗിക്കണതിനെക്കുറിച്ച് നീ ചിന്തിക്കേണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ കുറേ ബേർഡ് ഇഡിയംസ് ഒക്കെ മനസ്സിലാക്കി. ഇനി നിങ്ങളുടെ സംസാരത്തിൽ ഈ ബേർഡ് ഇഡിയംസ് ധാരാളമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.